രാവിലെ കിടക്കേന്ന് അങ്ങോട്ട് എണിച്ചിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് നിലത്തങ്ങോട്ട് കാല കുത്തുമ്പോഴേ അയ്യോ കലശലായിട്ടുള്ള വേദന, പാദത്തിന്റെ അടിയില് കുത്തി തറയ്ക്കുന്ന പോലത്തെ വേദന. ഒന്ന് റെസ്റ്റ് ചെയ്താലേ കുറച്ച് സമയം കഴിഞ്ഞ് വെയിലൊക്കെ ഒന്ന് ചൂടായി വരുമ്പോ ആ വേദന കുറഞ്ഞു. എന്നാലും കുറച്ച് സമയം അടുപ്പിച്ച് ഒരുത്തിൽ കുത്തിയിരുന്നതിന് ശേഷം അവിടുന്ന് എഴുന്നേൽക്കുമ്പോ വീണ്ടും കലശലായിട്ടുള്ള വേദന അനുഭവപ്പെടുന്നു. ചിലര് പറയും ഡോക്ടർ പറഞ്ഞത് ഹീൽ പെയിൻ ആണെന്ന് പറഞ്ഞു. ചിലർക്ക് ഇത് കാലിന്റെ നടുവില് ഉള്ളംകാലിലായിട്ടാണ് വേദന അനുഭവപ്പെടുന്നത്. ചിലർക്ക് നടക്കുമ്പോ പാദത്തിന്റെ അടിയിൽ മൊത്തത്തിൽ വേദന വരുന്നു. മറ്റു ചിലർക്ക് ഇതിന്റെ കൂടെ കലശലായിട്ടുള്ള പുകച്ചിൽ അനുഭവപ്പെടുന്നു പാദത്തിന്റെ അടിയിൽ. ഇനി വേറെ കുറെ പേര് ഇത് കാൽസ്യത്തിന്റെ കുറവാണെന്ന് ധരിച്ചിട്ട് ഒരുപാട് കാൽസ്യം ഗുളികകൾ പതിവായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ശരിയാണോ? എല്ലാ ഉപ്പൂറ്റി വേദനയും ഹീൽ സ്പർ, കാൽക്കേനിയസ് സ്പർ ആണോ? എല്ലാ തരത്തിലുള്ള ഉപ്പൂറ്റി വേദനയ്ക്കും തൈലം പുരട്ടിയാൽ മതിയാവുമോ? ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്കില്ലേ? നിങ്ങൾ ചോദിക്കാറുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ഈ അവതരിപ്പിച്ചത്. ഇന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലെ ആയുർവേദത്തില് ഇത്തരം രോഗലക്ഷണങ്ങൾ എന്തെന്ത് കാരണം കൊണ്ടാണ് വരുന്നത്, ഇതെങ്ങനെ മാനേജ് ചെയ്യാം, ആയുർവേദത്തിൽ ഇതിന് ചികിത്സയുണ്ടോ, എന്തെന്ത് ചികിത്സാ രീതികൾ സ്വീകരിക്കണം, താൽക്കാലിക ആശ്വാസത്തിന് ചെയ്തു പോരാവുന്ന പൊടിക്കൈകൾ, ഇത്തരം രോഗാവസ്ഥ അടുത്ത ഘട്ടത്തിലേക്ക് രോഗതീവ്രത കൂടാതിരിക്കുന്നതിനായിട്ട് ശ്രദ്ധിക്കേണ്ടതായ മുൻകരുതലുകൾ എന്തൊക്കെയാണ്, പുറമെയുള്ള തൈലപ്രയോഗം മാത്രം മതിയോ, ഉള്ളിലേക്ക് മരുന്നുകൾ കഴിക്കേണ്ടതായിട്ട് വരുമോ, ആയുർവേദത്തിൽ ഇത്തരം രോഗാവസ്ഥകൾക്കായിട്ടുള്ള ചികിത്സകളുണ്ടോ, ഔഷധങ്ങളുണ്ടോ, എന്തെന്ത് ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയാലാണ് തീർച്ചയായിട്ടും നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിരിക്കേണ്ടത്. ഇത്തരം നിങ്ങളുടെ സംശയങ്ങൾക്കെല്ലാം തന്നെ ഇന്നത്തെ വീഡിയോയിൽ ഒരുവിധം മറുപടി കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കണ്ടതിന് ശേഷം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഉപകാരപ്പെടുന്നതാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ ഡോക്ടർ സേവ്യർ. അതുപോലെ നമുക്ക് ഇന്നത്തെ വീഡിയോ ആരംഭിക്കാം. ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഈ വേദന കൃത്യമായിട്ട് എക്സാക്ട്ലി എവിടെയാണ് ഇത് അനുഭവപ്പെടുന്നതെന്ന് തിരിച്ചറിയണം. അതായത് ഉള്ളംകാലിലാണോ, ഉപ്പൂറ്റിയിലാണോ, പാദത്തിന്റെ അടിയിൽ മൊത്തത്തിലാണോ വേദന, വേദന പതിയെ കാൽ വിരലുകളിലേക്ക് ബാധിക്കുന്നുണ്ടോ, പരക്കുന്നുണ്ടോ, ഈ വേദനയോടനുബന്ധിച്ച് പാദത്തിന്റെ അടിയിലോ പാദത്തിൽ മൊത്തമായിട്ടോ ബേണിംഗ് സെൻസേഷനോ ടിംഗ്ലിംഗ് സെൻസേഷനോ അനുഭവപ്പെടാറുണ്ടോ? അതുപോലെ തന്നെ നിങ്ങൾ ചിന്തിച്ചിരിക്കേണ്ട മറ്റൊരു സംഗതിയാണ് പാദത്തിന്റെ അടിയിൽ ഡ്രൈനെസ് കൊണ്ട് ചർമ്മം വരണ്ടു പൊട്ടുന്നു. ഇനി അതല്ലെങ്കിൽ ഉപ്പൂറ്റി ഭാഗത്ത് കാലിന്റെ പുറകിലായിട്ട് ചർമ്മം അമിതമായിട്ട് വരണ്ടുപോയി അവിടെ ക്രാക്കുകൾ ഉണ്ടാകുന്നുണ്ടോ? ഇതൊക്കെ തന്നെ നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. ഈ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം തന്നെ ഒരേ രോഗാവസ്ഥകളല്ല, ഇതെല്ലാം തന്നെ വ്യത്യസ്തങ്ങളായ കണ്ടീഷൻസ് ആണ്. ഈ രോഗലക്ഷണങ്ങളിലൂടെ ഇത് എന്താണെന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് പ്ലാന്റാരിസ് ഫേഷ്യേറ്റീസ് ആണെങ്കിൽ പാദത്തിന്റെ അടിയിൽ ഉപ്പൂറ്റിയോട് ചേർന്നുള്ള ഭാഗത്താണ് ഈ വേദന കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത്. പ്രത്യേകിച്ച് കുറച്ചു നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം വീണ്ടും നടക്കാൻ തുടങ്ങുമ്പോൾ ഈ ഭാഗത്ത് കലശലായിട്ടുള്ള വേദന അനുഭവപ്പെടുന്ന കാണാം. ഇത് പ്ലാന്റാരിസ് ഫേഷ്യേറ്റീസ് ആണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ഒരുപാട് ദൂരം നടക്കുന്ന വ്യക്തിയാണ്, അതല്ലെങ്കിൽ തുടർച്ചയായിട്ട് വളരെ സമയം നിന്നോട്ട് ജോലി ചെയ്യുന്നവരാണ്. നിങ്ങളുടെ കാഫ് മസിൽസിലൊക്കെ കാൽവണ്ണയിലൊക്കെ ഒരു ടൈറ്റ്നസ്, മുറുക്കം, ഇറുക്കം അനുഭവപ്പെടുന്നുണ്ടോ? അതുപോലെ തന്നെ നിങ്ങളുടെ ശരീരഭാരം അമിതമായിട്ട് വർദ്ധിക്കുന്നുണ്ടോ? നിങ്ങളുടെ പാദങ്ങൾക്ക് അനുയോജ്യമല്ലാത്ത രീതിയിലുള്ള ഫുട്വെയർസ്, ചപ്പൽസ് ആണോ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതൊക്കെ തന്നെ നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇതൊക്കെ ഇതിന്റെ ഈ രോഗാവസ്ഥയുടെ റിസ്ക് ഫാക്ടേഴ്സ് ആണെന്ന് പറയാം. പക്ഷെ നിങ്ങൾ അനുഭവപ്പെടുന്ന രോഗലക്ഷണങ്ങൾ ഇത്തരത്തിലൊന്നുമല്ല. പാദത്തിനടിയിലോ അല്ലെങ്കിൽ ഉപ്പൂറ്റിയിലോ ഒക്കെ ചർമ്മം അമിതമായിട്ട് വരണ്ടു പോകുന്നു, എന്നിട്ട് അവിടെ ക്രാക്ക് ഉണ്ടാവുന്നു, അതിൽ നിന്ന് രക്തമോ പഴുപ്പോ പുറത്തേക്ക് പ്രവഹിക്കുന്നു. ഈ രോഗാവസ്ഥയെ ആയുർവേദ ഗ്രന്ഥങ്ങളിൽ വിപാതിക എന്നാണ് വിളിക്കുന്നത്. സുശ്രുത സംഹിതയില് ഈ രോഗാവസ്ഥയെ ക്ഷുദ്ര രോഗങ്ങളുടെ ഗണത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിനുള്ള കാരണമായിട്ട് പറഞ്ഞിട്ടുള്ളത് കൂടുതൽ ദൂരം നടക്കുന്ന ശീലമുള്ളവരാണോ, അമിത ശരീരഭാരം ഉള്ളവരാണോ, വളരെ സമയം തുടർച്ചയായിട്ട് പരിപരുത്ത പ്രതലങ്ങളിൽ നിന്നുകൊണ്ട് ജോലി ചെയ്യുന്നവരാണോ, അതുപോലെ ശരീരത്തിൽ അമിതമായിട്ട് വാതദോഷം വർദ്ധിക്കുക വഴി രൂക്ഷത അനുഭവപ്പെടുന്നു, ആ ഡ്രൈനെസ് കൊണ്ടും ഇത്തരം രോഗലക്ഷണങ്ങൾ അനുഭവപ്പെട്ടേക്കാം. തൽഫലമായിട്ടും നിങ്ങളുടെ പാദത്തിനടിയിലോ ആ ചർമ്മത്തിലോ ഉപ്പൂറ്റിയിലോ ഒക്കെ കലശലായിട്ടുള്ള വേദന അനുഭവപ്പെട്ടേക്കാം. നിങ്ങളുടെ ശരീരഭാരം മൊത്തത്തില് വഹിക്കുന്നത് നമ്മുടെ കാലുകളും പാദങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പാദങ്ങളെ സംരക്ഷിക്കാതെ ചെരുപ്പിടാതെ കൂടുതൽ ദൂരം നടക്കുന്നു, സ്ഥിരമായിട്ട് കൂടുതൽ ദൂരം പരിപരുത്ത പ്രതലത്തിലൂടെ ഒരുപാട് ദൂരം നിൽക്കുകയോ നടക്കുകയോ ചെയ്യുന്നവരാണോ, നിങ്ങൾക്ക് അനുയോജ്യമല്ലാത്ത രീതിയിലുള്ള ചെരുപ്പുകളാണോ നിങ്ങൾ ധരിച്ചിരിക്കുന്നത്, നിങ്ങളുടെ ശരീരത്തിലെ വാതദോഷം അമിതമായിട്ട് വർദ്ധിക്കുക വഴി വരണ്ട ചർമ്മം, ഡ്രൈനെസ് പൊതുവെ അനുഭവപ്പെടാറുണ്ടോ? വാദം അമിതമായിട്ട് വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ഭക്ഷണ രീതികളും ജീവിത രീതികളും നിങ്ങൾ തുടർച്ചയായിട്ട് അനുവർത്തിച്ചു പോരുന്ന വ്യക്തിയാണോ? ഇതൊക്കെ പരിഗണിച്ചാണ് ആയുർവേദത്തില് ഇത്തരം രോഗാവസ്ഥകൾ ചികിത്സിക്കുന്നത്. മുകളിൽ ചോദിച്ച ഈ ചോദ്യങ്ങൾക്കൊക്കെ യെസ് എന്നാണ് ഉത്തരമെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഡ്രൈനെസ് ഉണ്ടാകാം, സ്റ്റിഫ്നെസ് ഉണ്ടാകാം, ക്രാക്കിംഗ് ഉണ്ടാകാം, പെയിൻ ഉണ്ടാകാം, പസ് ഫോർമേഷൻ ഉണ്ടാകാം, ബേണിംഗ് സെൻസേഷൻ അനുഭവപ്പെടാം, അതുപോലെ തന്നെ സ്റ്റിഫ്നെസ്സും അനുഭവപ്പെട്ടേക്കാം. ഈ വിഭാതിയെ പറ്റി ആയുർവേദത്തില് ഇത്തരത്തിലാണ് ഈ രോഗാവസ്ഥയെ വിളിച്ചു വരുന്നത്. ചരകസംഹിതയിലെ ഉള്ളം കൈയിലോ ഉള്ളം കാലിലോ അല്ലെങ്കിൽ വരൾച്ച കൊണ്ടുണ്ടാവുന്ന ഒരു രോഗാവസ്ഥയായിട്ടാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. നാച്ചുറലി ശരീരത്തിൽ വാതദോഷം ഇത്തരം അവസ്ഥകൾ വർദ്ധിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് ഈ രൂക്ഷതയും ഡ്രൈനസും. വാഗ്ഭടാചാര്യൻ ഇതിന്റെ കൂടെ തന്നെ ചൊറിച്ചിലും പുകച്ചിലും ചുവപ്പ് നിറം ഉണ്ടാവുന്ന അവസ്ഥകളും കൂടെ വിവരിച്ചിരിക്കുന്നു അഷ്ടാംഗ സംഗ്രഹത്തില്. എന്നാൽ സുശ്രുതാചാര്യൻ സുശ്രുത സംഹിതയിലെ പാദത്തിനടിയിലെ അനുഭവപ്പെടുന്നതായിട്ടുള്ള പുകച്ചിലും വേദനയുമാണ് കൂടുതലായിട്ട് പ്രതിപാദിച്ചിട്ടുള്ളത്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും, ആയുർവേദത്തിന്റെ ചികിത്സാ തത്വങ്ങളും രോഗനിർണയത്തിനായിട്ട് ശ്രദ്ധിക്കേണ്ടതായ ലക്ഷണങ്ങൾ, അനുമാനങ്ങൾ എല്ലാം തന്നെ വളരെ സിമ്പിൾ ആണ്. അതായത് നിങ്ങൾ വാദം വർദ്ധിപ്പിക്കുന്ന സംഗതികൾ, ഭക്ഷണ രീതികളും ജീവിത രീതികളും ശീലിക്കുന്നുണ്ടോ, ശരീരത്തിൽ രൂക്ഷത വർദ്ധിക്കുന്നുണ്ടോ, ഡ്രൈനസ് അനുഭവപ്പെടുന്നുണ്ടോ, ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിനെ തുടർന്ന് കലശലായിട്ടുള്ള വേദനയും ക്രാക്കിങ്ങും സ്റ്റിഫ്നെസ്സും ഒക്കെ അവിടെ അനുഭവപ്പെടും. വാദം വർദ്ധിച്ചാൽ പൊതുവെ കാണിക്കുന്ന ലക്ഷണങ്ങളാണ് ഇതൊക്കെ. അപ്പൊ അതുകൊണ്ട് ഇത്തരം രോഗലക്ഷണങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ കഴിഞ്ഞൊരു 10 വർഷമായിട്ടെങ്കിലും നിങ്ങളുടെ ശരീരത്തിൽ വാദദോഷത്തെ വർദ്ധിപ്പിക്കുന്നതായിട്ടുള്ള ഭക്ഷണ രീതികളും ജീവിത രീതികളും
നിങ്ങൾ അനുവർത്തിച്ച് പോരുന്നുണ്ടാവും. മറ്റേതൊരു രോഗാവസ്ഥയും പോലെ തന്നെ ഇവിടെയും ഏറ്റവും ആദ്യം കാരണങ്ങൾ കണ്ടെത്തി അത് ഉപേക്ഷിക്കുക, അതിനെ മാറ്റിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് ആയുർവേദം അനുശാസിക്കുന്ന പ്രധാനപ്പെട്ട അടിസ്ഥാന ചികിത്സാ തത്വം. അപ്പോ ഈ പറഞ്ഞതിൽ എന്തെന്ത് കാരണങ്ങളൊക്കെയാണ് നിങ്ങൾക്കുള്ളതെന്ന് മനസ്സിലാക്കിയിട്ട് അത് ഒഴിവാക്കുക. അതാണ് ചികിത്സയുടെ ആദ്യപടി. ഇനി രണ്ടു തരത്തില് ഈ രോഗാവസ്ഥയെ തരംതിരിക്കാം. അതായത് ക്രാക്ഡ് ഹീൽസ് ഇല്ലെങ്കിൽ ഒപ്പം തന്നെ പാദത്തിന്റെ അടിയിൽ ഉപ്പൂറ്റി ഭാഗത്തൊക്കെ ആയിട്ട് വേദന അനുഭവപ്പെടുന്നു, പാദത്തിന്റെ അടിയിൽ പുകച്ചിൽ അനുഭവപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ മറ്റ് മസ്കുലോ സ്കെലിറ്റൽ രോഗാവസ്ഥകളും കൂടെ പരിഗണിക്കേണ്ടതുണ്ട്. ഉപ്പൂറ്റിയുടെ അടിഭാഗത്തായിട്ടാണ് നിങ്ങൾക്ക് വേദന അനുഭവപ്പെടുന്നെങ്കിൽ പ്ലാന്റാരിസ് ഫേഷ്യേറ്റീസ് ആണോ എന്ന് സംശയിക്കാം. ഉള്ളംകാലിൽ പുകച്ചിലോട് കൂടിയ ടിംഗ്ലിങ്ങും വേദനയുമാണ് അനുഭവപ്പെടുന്നെങ്കിൽ ഇത് രക്തവാത സംബന്ധിയായിട്ട് ആയുർവേദം കണക്കാക്കും. പുകച്ചിലും തരിപ്പും ടിംഗ്ലിങ്ങും ഒക്കെയാണ് അനുഭവപ്പെടുന്നെങ്കിൽ അവിടെ ന്യൂറോളജിക്കൽ കണ്ടീഷൻസ് വാതദോഷത്തിനെയാണ് പരിഗണിക്കേണ്ടത്. അതുപോലെ തന്നെ ചുവപ്പ് നിറം, ചുടിച്ചില്, നീർക്കെട്ട്, അസ്ഫോർമേഷൻ, ബേണിംഗ് സെൻസേഷൻ ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ രക്തവാദം സംശയിക്കേണ്ടിയിരിക്കുന്നു, രക്തധാതുവും പിത്തദോഷവും വർദ്ധിച്ചിരിക്കുന്നതാണെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇത്തരം അവസ്ഥകളിൽ ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുണ്ടോ എന്നും കൂടെ പരിശോധിക്കേണ്ടതുണ്ട്. അപ്രതീക്ഷിതമായിട്ട് കലശലായിട്ടുള്ള വേദന, കാല് തീരെ കുത്താൻ പറ്റാത്ത അവസ്ഥ, ചില മൂവ്മെന്റ്സിൽ കലശലായിട്ടുള്ള വേദന അനുഭവപ്പെടുന്നു, നീർക്കെട്ട് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നു, ഇത്തരം ലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അവിടെ ഫ്രാക്ചർ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. വ്യക്തമായ കൃത്യമായ പരിശോധനകളിലൂടെ അത് റൂൾ ഔട്ട് ചെയ്യേണ്ടതാണ്. ഇപ്പറഞ്ഞതിന്റെ കൂടെ ഒക്കെ തന്നെ നിങ്ങൾ വളരെ കാലമായിട്ട് പ്രമേഹ രോഗിയാണ്, പ്രമേഹത്തിനായിട്ട് ചികിത്സകൾ സ്വീകരിച്ചു വരുന്നു, അമിത ശരീരഭാരമുള്ളവരാണ്, വീഴ്ചകളും ആക്സിഡന്റുകളും ഒക്കെ മുൻപ് ഉണ്ടായിട്ടുള്ളവരാണ്. അങ്ങനെയാണെങ്കിൽ അത്തരം സംഗതികൾ കൂടെ പരിഗണിച്ചുകൊണ്ട് വേണം ചികിത്സകൾ നിശ്ചയിക്കാനായിട്ട്. ഇത്തരം സംഗതികളൊക്കെ കേട്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവല്ലോ. ഇത്തരം രോഗാവസ്ഥകൾ വെറും ഒരു പൊടിക്കൈ കൊണ്ട് മാത്രം നിയന്ത്രിച്ചു നിർത്താനോ മാറ്റിക്കളയാനോ സാധ്യമല്ല. കൃത്യമായിട്ടുള്ള ഒരു ഡയഗ്നോസിസോട് കൂടിയിട്ട് വേണ്ടതായിട്ടുള്ള ചികിത്സകൾ ശരിയായ സമയത്ത് ഒരു പരിചയസമ്പന്നനായ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ആയുർവേദ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ആയുർവേദ രീതിയിലാണെങ്കിൽ ചികിത്സകൾ ആരംഭിക്കേണ്ടതാണ്. ഇനി ഇതിനോടനുബന്ധിച്ച് നിങ്ങൾ ചെയ്തു വരാറുള്ള ചില തെറ്റിദ്ധാരണകൾ തിരുത്താനായിട്ട് ഒരു ശ്രമം. അതായത് നിങ്ങൾക്ക് ക്രാക്ഡ് ഹീലൊക്കെ ഉണ്ടെങ്കിൽ ഔഷധ കഷായങ്ങൾ തയ്യാറാക്കിയിട്ട് അതിൽ കാൽപാദങ്ങൾ മുക്കി വെക്കുന്നതൊക്കെ ഒരു താൽക്കാലിക ആശ്വാസം കിട്ടുന്നത് ശരിയാണ്. ഇതൊരു 5-10 മിനിറ്റോ ചെയ്യാവുള്ളൂ. രാവിലെയും വൈകിട്ടും 2 നേരമായിട്ട് 10 മിനിറ്റ് വീതം ശീലിക്കാവുന്നതാണ്. അതിന് പകരമായിട്ട് നിങ്ങൾ തുടർച്ചയായിട്ട് അരമണിക്കൂറോ 1 മണിക്കൂറോ 2 മണിക്കൂറോ ഒക്കെ തുടർച്ചയായിട്ട് കാൽപാദം വെള്ളത്തിൽ മുക്കി വെച്ച് കഴിഞ്ഞാൽ തണുപ്പ് തട്ടുന്നതിന് ഇടയാക്കുന്നുണ്ട്, തണുപ്പ് വർദ്ധിക്കുന്നുണ്ട്. കാലുകൾ പ്രത്യേകിച്ച് വാദത്തിന്റെ സ്ഥാനമാണ്. വാദം അമിതമായിട്ട് വർദ്ധിച്ചാണ് ഇത്തരം രോഗലക്ഷണങ്ങളെല്ലാം കാണുന്നത്. അപ്പൊ അതുകൊണ്ട് വാദം വർദ്ധിച്ച് ഇത്തരം രോഗാവസ്ഥകൾ വർദ്ധിക്കുന്നതിന് ഇടവരും. അതുകൊണ്ട് ഒരു 10 മിനിറ്റ് കൂടുതൽ അറ്റ് എ ടൈം കാൽപാദങ്ങൾ ഇത്തരം കഷായ ജലത്തിൽ മുക്കി വെക്കുന്നത് ഒഴിവാക്കേണ്ടതാണ്. അതിനുശേഷം കാലുകൾ കഴുകി വൃത്തിയാക്കിയിട്ട് നന്നായിട്ട് ഉണക്കി സൂക്ഷിക്കേണ്ടതാണ്. വീട്ടിനകത്തൊക്കെ ചപ്പല് ധരിക്കാവുന്നതാണ്. കാരണം ഈ ടൈൽസിൽ നിന്നൊക്കെ പാദത്തിന്റെ അടിയിൽ ഉള്ളം കാലിൽ തണുപ്പ് തട്ടാതിരിക്കുന്നതിന് സഹായിക്കും. അതുപോലെ സോക്സ് ഒക്കെ ധരിക്കുന്നത് നല്ലതാണ്. കാലുകൾ ഫാനുകളുടെ നേരെ താഴെ വരാത്ത രീതിയിൽ കിടക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതൊക്കെ തന്നെ വാദദോഷം വർദ്ധിക്കുന്നതിന് നിയന്ത്രിക്കുന്നതിന് സഹായകരമാകുന്നു. അതുപോലെ നിങ്ങൾക്ക് ചെയ്തു പോരാവുന്ന മറ്റൊരു സംഗതിയാണ്, ഇവിടെ വാദദോഷം വർദ്ധിച്ചിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. കാലുകളെ ആശ്രയിച്ചാണ് വാദം വർദ്ധിച്ചിട്ടുള്ളത്. കാലുകള് വാദത്തിന്റെ സ്ഥാനമാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഏതൊരു വാദദോഷത്തിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു സംഗതിയാണ് അവിടെ സ്നിഗ്ധത കൊടുക്കുക. അതിനായിട്ട് ഏറ്റവും അനുയോജ്യമായ തൈലങ്ങൾ ഉപയോഗിച്ച് അഭ്യംഗം ചെയ്യുക. പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ ഉറങ്ങുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്ക് അനുയോജ്യമായ തൈലങ്ങൾ ഒരു ഡോക്ടറെ കണ്ട് നിർദ്ദേശിക്കാം. ഇനി അതല്ലെങ്കിൽ ശുദ്ധമായ നല്ലെണ്ണ ചൂടാക്കിയിട്ട് സഹിക്കാവുന്ന ചൂടോടെ മുകളിൽ നിന്ന് താഴോട്ട് കാൽമുട്ടിന് താഴെ പാദത്തിന് അടിയിലേക്കും ഈ തൈലം പുരട്ടി പതിയെ തലോടുന്നത് ഒരു 10-15 മിനിറ്റ് നേരം ഉറങ്ങുന്നതിന് മുൻപായിട്ട് നിത്യേന ശീലിക്കുന്നത് തീർച്ചയായിട്ടും ഇത്തരം സ്റ്റിഫ്നെസ്സും നംനെസ്സും ടിംഗ്ലിങ്ങും പെയിനും ട്രാക്കിങ്ങും കലശലായിട്ടുള്ള വേദനയ്ക്കൊക്കെ ആശ്വാസം കിട്ടുന്നതിന് സഹായകരമായേക്കാം. നേരത്തെ പറഞ്ഞ കണ്ടീഷൻ അനുസരിച്ച് ഉപ്പൂറ്റിയിൽ നിങ്ങൾക്ക് പഴുപ്പുണ്ട്, നീർക്കെട്ടുണ്ട്, അവിടെ ചുവന്ന് തടിച്ച് വീർത്തിരിക്കുന്നുണ്ട്, കലശലായിട്ടുള്ള വേദനയുണ്ട്, ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ ഇൻഫെക്ഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് അത്തരം ഭാഗങ്ങളിൽ തൈലം പുരട്ടാതിരിക്കുകയാണ് നല്ലത്. അവിടെ കഴുകി വൃത്തിയാക്കിയതിനു ശേഷം ആവശ്യമായിട്ടുള്ള വ്രണരോപണങ്ങളായിട്ടുള്ള ലേപനങ്ങൾ ശീലിക്കുകയാണ് വേണ്ടത്. അവിടെ അഭ്യംഗം ചെയ്യേണ്ടതില്ല. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്ന മറ്റൊരു സംഗതിയാണ്, നിങ്ങൾ മെഡിസിൻസ് കഴിക്കുന്നുണ്ട്, കഷായങ്ങളും ഗുളികകളും അരിഷ്ടങ്ങളും ഒക്കെ കഴിക്കുന്നു, പുറമെ പുരട്ടുന്നതിനുള്ള തൈലങ്ങൾ കൃത്യമായിട്ട് ചെയ്തു പോരുന്നു. ഇതൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾ പകല് മുഴുവൻ പരിപരുത്ത പ്രതലത്തില് ചെരുപ്പുകളൊന്നും ധരിക്കാതെ തുടർച്ചയായിട്ട് നടക്കുകയോ നിൽക്കുകയോ ചെയ്യുന്നവരാണെങ്കിൽ അത് നിങ്ങളെ ദോഷകരമായിട്ട് ബാധിച്ചേക്കാം. അപ്പൊ അതുകൊണ്ട് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നിങ്ങളുടെ പാദത്തിന്റെ സൈസിന് വളവുകൾക്ക് അനുയോജ്യമായ രീതിയിൽ കൃത്യമായിട്ടുള്ള ചെരുപ്പുകൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. അത് തീർച്ചയായിട്ടും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും, സഹായകരമായിരിക്കും. ഇനി നിങ്ങൾക്ക് ഇത്തരം അവസ്ഥകളിൽ തൽക്കാലാശ്വാസത്തേക്ക് നിങ്ങൾക്കൊന്ന് ഉപയോഗിച്ച് നോക്കാവുന്ന ചില ഔഷധ ദ്രവ്യങ്ങൾ ആയുർവേദത്തിൽ നിത്യേന ഉപയോഗിക്കാറുള്ള ചില എക്സ്റ്റേണൽ അപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് വിവരിക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, സ്വയം ചികിത്സ ആപത്താണ്. ഇത്തരം ലക്ഷണങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ശാസ്ത്രത്തിലെ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് വേണ്ടതായ ചികിത്സകൾ ആരംഭിക്കുകയാണ് വേണ്ടത്. അവിടെ ഉപ്പൂറ്റി വിള്ളലില് അവിടെ പഴുപ്പുണ്ട്, നീർക്കെട്ടുണ്ട്, കലശലായിട്ടുള്ള വേദനയുണ്ട്, ക്രാക്ക് ഉണ്ടെങ്കിൽ അവിടെ ഇൻഫെക്ഷൻ ഉണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അത്തരം അവസ്ഥകൾ പൊടിക്കൈകളുമായിട്ട് മുന്നോട്ട് പോകരുത്. എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അനുയോജ്യമായ ഔഷധങ്ങളും ഉള്ളിലേക്കുള്ള കഷായ ഔഷധങ്ങൾ, പുറമേക്കുള്ള ലേപനങ്ങൾ ഒക്കെ ശീലിക്കാവുന്നതാണ്. ഉപ്പൂറ്റി വിള്ളലാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന പഴുപ്പ്, ക്രാക്ഡ് ഹീൽസ്, അതിന് പഴുപ്പ് വരുന്നു, രക്തം വരുന്നു, നീർക്കെട്ട് വരുന്നു, വേദന അനുഭവപ്പെടുന്നു. ഇത്തരം അവസ്ഥയിൽ നിങ്ങൾക്ക് താൽക്കാലിക ആശ്വാസത്തിനായിട്ട് ജാത്യാധികൃതം തുടരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് സഹായകരമായിരിക്കും. എന്നിട്ടും ഇൻഫെക്ഷൻ കുറയുന്നില്ല, ആശ്വാസം കിട്ടുന്നില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ആയുർവേദ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട്
ചെയ്തിട്ട് ഔഷധങ്ങൾ ആരംഭിക്കുക. ഇനി നിങ്ങൾക്ക് പഴുപ്പും ചുവപ്പ് നിറവും ക്രാക്കിങ്ങും പസ് ഫോർമേഷനും ഒന്നും അല്ലാതെ കലശലായിട്ടുള്ള വേദനയും നമ്നെസ്സും ടിംഗ്ലിങ്ങും ഒക്കെയാണ് അനുഭവപ്പെടുന്നെങ്കിൽ അവിടെ ക്ഷീരബല തൈലം ചൂടാക്കിയിട്ട് സഹിക്കാവുന്ന ചൂടോടെ പുരട്ടി മസാജ് ചെയ്യുന്നത് താൽക്കാലിക ആശ്വാസത്തിന് സഹായകരമാണ്. ഇനി രക്തവാത സംബന്ധിയായിട്ട് പാദത്തിനടിയിലൊക്കെ പുകച്ചിൽ അനുഭവപ്പെടുന്നു, ചുവപ്പ് നിറം അനുഭവപ്പെടുന്നു, നീർക്കെട്ട് ചെറുതായിട്ടുണ്ട്, ഇത് രക്തവാത ലക്ഷണമാണ്. പിത്തദോഷം വർദ്ധിക്കുന്നുണ്ട്, രക്തധാതു ദൂഷിക്കുന്നുണ്ട്. ഇവിടെ പിണ്ടതൈലം പുറമെ മൃദുവായിട്ട് 5-10 മിനിറ്റ് നേരത്തേക്ക് പതിവായിട്ട് പുരട്ടി തലോടുന്നത് താൽക്കാലിക ആശ്വാസം കിട്ടുന്നതിന് സഹായകരമാവും. ഈ ക്രാക്ടിയിൽ അവിടെ പഴുത്തുപൊട്ടി വ്രണങ്ങളാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പച്ചമഞ്ഞളും ആര്യവേപ്പിലും ചതച്ചിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ ഒരു 5-10 മിനിറ്റ് സമയത്തേക്ക് കാലുകൾ മുക്കി വെക്കുന്നത് താൽക്കാലിക ആശ്വാസം കിട്ടുന്നതിനും ആ ഇൻഫെക്ഷൻ തടയുന്നതിനും സഹായകരമാണ്. അതുപോലെ തന്നെ പച്ചമഞ്ഞളും ആര്യവേപ്പിലും അരച്ച് പുരട്ടി കെട്ടിവെക്കുന്നതും സഹായകരമാവും വ്രണങ്ങൾ കരിയുന്നതിന്, ഉണങ്ങുന്നതിന്. അതുപോലെ ഒരു സ്മൂത്തനിങ് ആയിട്ട് നിങ്ങൾക്ക് കറ്റാർ വാഴപ്പോളയുടെ ജെല്ലി പുരട്ടാവുന്നതാണ്, ഇതും സഹായകരമായിരിക്കും. പക്ഷെ ഇതുകൊണ്ടൊക്കെ ആശ്വാസം കിട്ടുന്നില്ല, ഇൻഫെക്ഷൻ കുറയുന്നില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഔഷധങ്ങൾ സേവിക്കേണ്ടതാണ്. ഇത്രയും കേട്ടെന്ന് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവല്ലോ. നാച്ചുറൽ എന്ന് പറയുന്നതുകൊണ്ട് എല്ലാ അവസ്ഥയിലും എല്ലാത്തിനും സേഫ് ആയിട്ട് ഉപയോഗിക്കാമെന്ന് തെറ്റിദ്ധരിക്കരുത്. പല പല കണ്ടീഷൻസ് ഉണ്ട്. ഓരോന്നിലും വ്യത്യസ്തങ്ങളായിട്ടുള്ള ചികിത്സാ രീതികളായിരിക്കാം, ഔഷധങ്ങളായിരിക്കാം, കാരണങ്ങളായിരിക്കാം. അത് മനസ്സിലാക്കി വേണം ഔഷധങ്ങളും ചികിത്സകളും നിശ്ചയിക്കാനായിട്ട്. നിങ്ങളുടെ ഒരു പാദത്തിൽ മാത്രം അല്ലെങ്കിൽ ഉപ്പൂറ്റിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന പ്രശ്നങ്ങളാണെങ്കിലും ഇത്രമാത്രം കണ്ടീഷൻസ് പരിഗണിക്കേണ്ടതുള്ളത് കൊണ്ട് സ്വയം ചികിത്സ ഒഴിവാക്കുക തന്നെയാണ് നല്ലത്. ഉള്ളിലേക്കുള്ള മെഡിസിൻസ് കഴിക്കാനായിട്ട് നിശ്ചയിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഉള്ളിലേക്കുള്ള ഔഷധങ്ങൾ സ്വയമേവ വാങ്ങി ഉപയോഗിക്കാതിരിക്കുക തന്നെയാണ് തീർച്ചയായിട്ടും സേഫ്. നാച്ചുറൽ എന്നുള്ളത് കൊണ്ട് എല്ലാ ഔഷധങ്ങളും എല്ലാവർക്കും ഏതളവിലും ഏത് കാലത്തും ഉപയോഗിക്കാമെന്ന് തെറ്റിദ്ധരിക്കരുത്. ചിലരൊക്കെ ഇത് വളരെ നിസ്സാരമായിട്ട് തള്ളിക്കളയും. എന്തെങ്കിലും ഭക്ഷണ നിയന്ത്രണം കൊണ്ട് ഇത് പൂർണ്ണമായിട്ട് മാറ്റിക്കളയാന്ന് തെറ്റിദ്ധരിക്കരുത്. ഒരു കാര്യം ശരിയാണ്, വാതദോഷമാണ് ഇവിടെ വർദ്ധിക്കുന്നത്. ഇത്തരം കണ്ടീഷൻസിൽ വാദം വർദ്ധിപ്പിക്കുന്നതായ സാഹചര്യങ്ങൾ, ജീവിത ശൈലികൾ, ഭക്ഷണരീതികൾ എല്ലാം തന്നെ ഒഴിവാക്കേണ്ടതായിട്ട് വരും. അതായത് തണുപ്പ് തട്ടാതിരിക്കുക, തണുത്ത വെള്ളവുമായിട്ടുള്ള പെരുമാറ്റം കുറയ്ക്കുക, ശരീരത്തിൽ വാദം വർദ്ധിപ്പിക്കുന്ന പരിപ്പ്, കപ്പലണ്ടി, ഗ്രീൻ പീസ്, വൻപയർ, കടല ഇത്തരം സംഗതികൾ ഒഴിവാക്കുക. കൂൾ ഡ്രിങ്ക്സ്, ഐസ്ക്രീം, തണുത്ത വെള്ളം ഇതൊക്കെ ഒഴിവാക്കുക. തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നതും തണുത്ത സംഗതികൾ കുടിക്കുന്നതും തണുത്ത ഭക്ഷണം കഴിക്കുന്നതും ഒക്കെ ഒഴിവാക്കുക. ഉറക്കൊളയ്ക്കുന്നതും ഒരുപാട് ദൂരം നടക്കുന്നതും ഒക്കെ വാദത്തെ വർദ്ധിപ്പിക്കുന്നതാണ്. ഇത്തരം സംഗതികൾ നിങ്ങൾക്ക് ഒഴിവാക്കാം. എല്ലാം ചൂടോടെ കഴിക്കുന്നത്, ഉഷ്ണോപചാരം ശീലമാക്കാം. ഭക്ഷണങ്ങളായാലും ജീവിത രീതികളായാലും ഔഷധങ്ങളായാലും എല്ലാം തന്നെ ശരീരത്തിൽ ചൂട് വർദ്ധിപ്പിക്കുന്നതും വാദത്തെ നിയന്ത്രിക്കുന്നതുമായിരിക്കണം. ഇനി രക്തവാത സംബന്ധിയാണെങ്കിൽ അവിടെ പിത്തദോഷവും രക്തധാതുവും ദൂഷിക്കുന്നുണ്ട്. പുകച്ചിലും നീറ്റലും ചുവപ്പ് നിറവും പഴുപ്പും നീർക്കെട്ടും ഒക്കെ അനുഭവപ്പെട്ടേക്കാം. ഇത് പിത്തദോഷം വർദ്ധിക്കുന്നതിന്റെ ലക്ഷണങ്ങളാണ്. ഇവിടെ ഉപ്പ്, എരിവ്, പുളി, എണ്ണ ഇത്തരം സംഗതികളാണ് നിങ്ങൾ ഒഴിവാക്കേണ്ടത്. മേൽപ്പറഞ്ഞ എന്ത് രോഗാവസ്ഥകളുണ്ടെങ്കിലും നിങ്ങൾ ഭക്ഷണത്തിലും ജീവിതത്തിലും ഒഴിവാക്കിയിരിക്കേണ്ട ചില സംഗതികൾ കൂടെ ഇവിടെ കൂട്ടിച്ചേർക്കാം. അതായത് പുകവലി, മദ്യപാനം, ഉറക്കളപ്പ്, വളരെ ദൂരം തുടർച്ചയായിട്ട് നടക്കുന്നത്, തുടർച്ചയായിട്ട് നിൽക്കുന്നത്, കൂടുതൽ വേഗത്തിൽ സംസാരിക്കുന്നത്, ഉറങ്ങാതിരിക്കുന്നത്, ദേഷ്യപ്പെടുന്നത്, സങ്കടപ്പെടുന്നത്, മലവിസർജനം കൃത്യമായിട്ട് നടക്കാത്തത്, കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം, ഗ്യാസ് ട്രബിൾ ഇതൊക്കെ നിയന്ത്രിക്കേണ്ടതാണ്. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഭക്ഷണരീതികളും ജീവിത രീതികളും, ചിട്ടയായിട്ടുള്ള ഭക്ഷണക്രമം, ജീവിതക്രമം, വാതദോഷത്തെയും പിത്തദോഷത്തെയും വർദ്ധിപ്പിക്കുന്നതായ സംഗതികളെല്ലാം ഒഴിവാക്കുക. ലഘുവായിട്ടുള്ള വ്യായാമം, യോഗ, പ്രാണായാമം, മെഡിറ്റേഷൻ ഒക്കെ ഇത്തരം രോഗാവസ്ഥകളിലും കാര്യമായ രീതിയിൽ ആശ്വാസം നൽകുന്നതിന് സഹായകരമാണ്. പലതരത്തിലുള്ള സ്ട്രെച്ചിങ് എക്സസൈസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇത്തരം അവസ്ഥകൾക്ക് ആശ്വാസം കിട്ടുന്നതിന് സഹായകരമാണ്. അനുയോജ്യമായിട്ടുള്ള ചപ്പൽ ധരിക്കാനായിട്ട് പ്രാധാന്യം കൊടുക്കണം. കാലുകളിലേക്ക് കാറ്റടിക്കാത്ത രീതിയിൽ കിടക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇത് വെറും ഒരു കാൽസ്യം ഡെഫിഷ്യൻസി മാത്രമാണെന്ന് ധരിക്കരുത്. അതുപോലെ തന്നെ ക്രാക്ഡ് ഹീൽസ് വെറും ഒരു നിസ്സാര ചർമ്മരോഗമായിട്ട് കണക്കാക്കരുത്. ഇതൊക്കെ തന്നെ വളരെ കാലം നീണ്ടു നിൽക്കുന്നതും രോഗ തീവ്രത കൂടുന്നതിനനുസരിച്ച് മറ്റ് രോഗാവസ്ഥകളിലേക്ക് നയിക്കാൻ സാധ്യതയുള്ളതുമായ കണ്ടീഷൻസ് ആണ്. അതുകൊണ്ട് എത്രയും വേഗം ചികിത്സകൾ സ്വീകരിക്കുക തന്നെയാണ് അനുയോജ്യം. ഇവിടെ പ്രധാനമായിട്ടും അവതരിപ്പിച്ചിട്ടുള്ള 3-4 കണ്ടീഷൻസ് ഇതൊക്കെ തമ്മിൽ പരസ്പരം ബന്ധമുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷെ ഇവിടെ എല്ലാം കോമൺ ആയിട്ട് ഉപയോഗിക്കാവുന്ന ഔഷധങ്ങളോ എക്സ്റ്റേണൽ ലേപനങ്ങളോ ഇല്ല. അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത്. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. ഇത്തരം അറിവുകൾ പതിവായിട്ട് ലഭിക്കാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇത്തരം രോഗാവസ്ഥകളുമായി ബന്ധപ്പെട്ട് നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോകളുടെ ലിങ്ക് ഇവിടെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, സംശയങ്ങൾ തീർച്ചയായിട്ടും കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. തൽക്കാലം നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ഡോക്ടർ സേവ്യർ, ആദ്യം ആയുർവേദം.